വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശു രൂപാന്തരപ്പെടുന്നു. 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളവയായി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. അവർ അവനോട് ചോദിച്ചു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും. മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. ജീവിതസ്പർശിയായ ദൈവാനുഭവം. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിക്കപ്പെടുന്നതും യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് ഉണ്ടായ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദൈവിക അനുഭവമാകുന്ന രൂപാന്തരീകരണ സംഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സുവിശേഷകനായ വിശുദ്ധ മർക്കോസ്. ഈ അപൂർവമായിട്ടുള്ള ദൈവിക അനുഭവത്തിലേക്ക് പങ്കുപറ്റാൻ ശിഷ്യന്മാരിൽ നിന്ന് 3 പേരാണ് പ്രത്യേകമായി ക്ഷണിക്കപ്പെടുന്നത്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 സംഘത്തെയും കൂട്ടിക്കൊണ്ട് യേശു മലയുടെ നെറുകയിൽ തന്നെ എത്തിച്ചേരുന്നു. മലയുടെ ഏറ്റവും അത്യുംഗ സ്ഥാനത്ത് എത്തിയ അവർ നിമിഷങ്ങൾക്കകം അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശിഷ്യന്മാർ കാണാനിടവരുന്നത്. വർണ്ണപ്രപഞ്ചത്തിൽ മുഴുകിക്കുളിച്ചു നിൽക്കുന്നു അവരുടെ ഗുരു. ഏതാനും നിമിഷം മുമ്പ് വരെ അവരുടെ കൂടെ നടന്നിരുന്ന യേശു വളരെ മഹിമപ്രതാപത്തോടുകൂടെ നിൽക്കുന്നതായിട്ട് അവർ ദർശിക്കുന്നു. അതോടുകൂടെ ഇസ്രായേലിന്റെ പ്രവാചക ശ്രേഷ്ഠനായ ഏലിയായും നിയമദാതാവായ മോസസും യേശുവിനോട് എന്തോ കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം. അവർ ഈ കാഴ്ച കണ്ട് അത്ഭുതസ്തബ്ധരായി എന്ന് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. നിമിഷങ്ങൾക്കകം പ്രത്യേകമായ ഒരു മേഘം വന്ന് അവരെ മൂടുന്നു. അവർ ആകെ ഭയപ്പെടുന്നു. ഇതിനു മുമ്പും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ ഇടവരാത്ത വിസ്മയനീയമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അവർക്ക് അത് പ്രത്യക്ഷപ്പെടുന്നു. ഈ മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് ഗഹനവും ഗംഭീരവുമായിട്ടുള്ള ഒരു സ്വരം അവർ കേൾക്കുന്നു. ഇതാ എന്റെ പ്രിയപ്പെട്ട പുത്രൻ, ഇവനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. സുവിശേഷകനായ മർക്കോസ് പറയുന്നു, അത് പിതാവായ ദൈവത്തിന്റെ സ്വരമായിരുന്നുവെന്ന്. ശിഷ്യന്മാർ ഇതികർത്തവ്യാമൂഢരായി എന്ന് പറഞ്ഞാൽ
സത്യത്തിൽ നടന്നതാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, സ്ഥലകാല വിഭ്രാന്തി പോലും അവർക്കുണ്ടായ ഒരു അനുഭവം. അതിൽ നിന്ന് പത്രോസ് ശിഷ്യന്മാരുടെ വാക്കാവുന്ന വിധത്തിൽ വിളിച്ചു പറയുന്നു, ഗുരു, നമുക്കിവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പത്രോസ് എല്ലാം മറന്നുകൊണ്ടാണ് ആ അനുഭവം ആസ്വദിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോസസിന്, മറ്റൊന്ന് ഏലിയാക്കി. അതുകൊണ്ട് ഇവിടെ നമുക്ക് കഴിഞ്ഞുകൂടാമെന്നുള്ള ഒരു ജീവിതത്തിന്റെ അത്യപൂർവമായിട്ടുള്ള ഒരു സാഫല്യത്തിന്റെ നിമിഷമായിട്ട് ആ ശിഷ്യന്മാർക്ക് അത് അനുഭവപ്പെടുന്നു. നിമിഷങ്ങൾക്കകം ഈ ഒരു അനുഭവത്തിൻ്റെതായിട്ടുള്ള പരിവേഷം അവരിൽ നിന്ന് അകറ്റപ്പെടുന്നു. അവരുടെ ഗുരു അവരുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. മോസസിനെയും ഏലിയായും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. യേശു അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യണം. ആസൂത്രിതമായിട്ട് യേശു തന്റെ ദൈവികതയെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതായിരിക്കണം ആ രൂപാന്തരീകരണം എന്ന് പറയുന്ന അനുഭവം. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവത്തെപ്പറ്റി മറ്റാരോടും പറയരുത്. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ നിങ്ങൾ ഇത് രഹസ്യമായിട്ട് വെക്കണം. യേശു ആ നിർദ്ദേശം കൊടുക്കാൻ യേശുവിന് തന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ ശിഷ്യന്മാർക്ക് യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്ന പ്രക്രിയ വരെ ഇത് രഹസ്യമായിട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം തീരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുക? ആരാണ് മരിക്കാൻ പോകുന്നത്? ആകെ കൺഫ്യൂഷൻ, ആകെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ അവർക്ക്. യേശു അവരോട് കൂടെ നടന്ന് അവരെ ക്രമേണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മലയിറങ്ങി താഴത്തേക്ക് വരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ദൈവിക അനുഭവമാണ് ശിഷ്യന്മാർക്ക് ഉണ്ടായത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രതിഭാസമായിട്ട് അവർ സ്മരിക്കത്തക്ക വിധത്തിലുള്ള യാഥാർത്ഥ്യം. ശിഷ്യന്മാർക്കുണ്ടായ ഈ സവിശേഷമായ ദൈവിക അനുഭവത്തെ അനുസ്മരിപ്പിക്കത്തക്ക വിധത്തിൽ ഇന്ന് താബോർ മലയിലെ നെറുകയിൽ 3 കൂടാരങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത് ആ സാഹചര്യങ്ങൾ വളരെ അത്യദ്ഭുതമായ രീതിയിൽ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നതും വിശുദ്ധ നാട് സന്ദർശിക്കുന്ന വേളയിൽ നേരിട്ട് കണ്ട് സുവിശേഷത്തിലെ സ്മരണകൾ അയവിറക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചത് ഞാൻ അതീവ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം ആയിരിക്കുന്ന സ്ഥലത്ത്, സമയത്ത് സംതൃപ്തിയോടുകൂടെ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ ദൈവത്തിന്റെ പരിപാലന ദർശിക്കാൻ സാധിക്കുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന വലിയൊരു സന്ദേശം ഇന്നത്തെ സുവിശേഷം നമുക്കായിട്ട് നൽകുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം.